എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് 1201 ആണ്ട് മകരമാസം 11 തീയതി 25/1/2026 ഞായറാഴ്ച. ഇന്ന് എല്ലാവരും വീട്ടിലൊക്കെ സന്തോഷത്തോടു കൂടി ഇരിക്കുകയോ അല്ലെങ്കിൽ മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുകയോ ഒക്കെ ചെയ്യുന്ന ഒരു ദിവസമാണ്. എങ്കിലും നമ്മുടെ ഇന്നത്തെ പരിപാടി ഒന്ന് കേട്ടിട്ട് ഇന്നത്തെ ദിവസത്തിലേക്ക് കടക്കാം. ഇന്നത്തെ ദിവസം എല്ലാവർക്കും വളരെ ആഹ്ലാദപ്രദവും സന്തോഷകരവുമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഇന്ന് സൂര്യന് പ്രാധാന്യമുള്ള ദിവസമാണ്. ഇന്ന് ആദിത്യ പൊങ്കാല ഇടുന്നത് വളരെയധികം ഗുണകരമായി കാണുന്നു. സൂര്യദേവനുള്ള പൊങ്കാല വളരെ വിശേഷപ്പെട്ടതാണ്. ആദിത്യ പൊങ്കാല 108 ദിവസം പൂർത്തിയാക്കുന്ന ആളിന് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാകുകയില്ല എന്ന് ആചാര്യന്മാർ പറയുന്നുണ്ട്. ആദിത്യ പൊങ്കാല ഇടേണ്ടത് തുറസായ സ്ഥലത്താണ്. 9 പൂവിട്ട് ആദിത്യൻ്റെ നാമം ജപിച്ച് നമസ്കരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. ആദ്യമായി നമുക്ക് മേടക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മേടക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് അശ്വതി, ഭരണി, കാർത്തികകാലം. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെയധികം സന്തോഷകരമായ ദിവസമായിരിക്കും. ആരോഗ്യകാര്യങ്ങളിൽ ഉണ്ടായിരുന്ന ആശങ്കകൾക്കൊക്കെ പരിഹാരം ലഭിക്കുന്ന ദിവസമായിരിക്കും. എന്നാൽ യുവാക്കൾ വളരെ ശ്രദ്ധിക്കുക. പുതിയ അസുഖങ്ങൾ ഉടലെടുക്കുവാനോ അല്ലെങ്കിൽ വീഴ്ച, ഒടിവ്, ചതവ്, മുറിവൊക്കെ ഉണ്ടാകുവാനൊക്കെ സാധ്യതയുണ്ട്. വാഹനം ഓടിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക. കാലിന് പരിക്കേൽക്കാൻ സാധ്യതയുള്ള ഒരു ദിവസമായിരിക്കും ഇന്ന്. സന്താനങ്ങൾ ഉള്ളവർക്ക് വളരെയധികം സന്തോഷപ്രദമായ അനുഭവങ്ങൾ ഉണ്ടാകുന്ന ദിവസമാണ്. പ്രതീക്ഷകൾ ഉണ്ടാകുന്ന ദിവസമാണ്. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് യാത്രകൾ അനിവാര്യമായി വന്നേക്കാം. ഫലപ്രദമായ യാത്രയാണെന്ന് കണ്ട് സമാധാനിക്കുക. അതേപോലെ ഭക്തിമാർഗത്തിൽ സഞ്ചരിക്കുന്നവർക്ക് അനുകൂലമായ ഒരു മനസ്സമാധാനം ലഭിക്കുന്ന യാത്രയ്ക്ക് ഉതകുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. ദീർഘായുസ്സിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവർക്ക് അനുകൂലമായ നല്ല ഫലങ്ങൾ വന്ന് ഭവിക്കുന്ന ദിവസമായിരിക്കും. കാർത്തിക നക്ഷത്രക്കാർ കുറച്ച് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. വീഴ്ച, ഒഴിവ്, ചതവ് വരുവാനായിട്ട് സാധ്യത വരുന്നൊരു ദിവസമാണ് ഇന്ന്. വൈകുന്നേരത്തോടുകൂടി അത്തരത്തിലുള്ള കഷ്ടതകളൊക്കെ മാറി നല്ല ഒരു സമയമാണ് കാണുന്നത്. ധനപരമായ കാര്യങ്ങൾ വളരെ അനായാസേന കൈകാര്യം ചെയ്യാൻ സാധിക്കുമെന്നൊരു മാനസികമായ ബലം വരുന്ന ഒരു ദിവസവും കൂടിയാണ് ഇന്ന്. അടുത്തതായി നമുക്ക് ഇടവക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് കാർത്തിക, മുക്കാല, രോഹിണി, മകേരത്തര. ഇടവക്കൂറുകാർക്ക് ഇന്നത്തെ ദിവസം ഏറ്റവും അധികം നല്ല സന്തോഷപ്രദമായ ദിവസമായിരിക്കും. ഇന്ന് വിവാഹാദി കാര്യങ്ങൾക്ക് തീരുമാനമുണ്ടാകുന്ന ദിവസമാണ്. കമിതാക്കൾക്ക് ഏറ്റവും അധികം അനുകൂലമായൊരു ദിവസമായിരിക്കും. ആരോഗ്യമേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും ഏറ്റവും അനുകൂലമായൊരു ദിവസമായിട്ടാണ് കാണുന്നത്. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അനുകൂലമാണ്. സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഏറ്റവും അനുയോജ്യമായ സ്ക്രിപ്റ്റ് ലഭിക്കുവാനും അല്ലെങ്കിൽ റോള് ലഭിക്കുവാനുമൊക്കെ സാധ്യത തെളിഞ്ഞു വരുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. സിനിമ എടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന പ്രൊഡ്യൂസേഴ്സിനൊക്കെ ധനപരമായ സഹായം ലഭിക്കുവാനുള്ള മേഖലകൾ തെളിഞ്ഞു വരുന്ന ദിവസമായിരിക്കും ഇന്ന്. ആവശ്യത്തിലധികം സംസാരം ഒഴിവാക്കുന്നത് നന്നായിരിക്കും. സംസാരം കൊണ്ട് ചില ശത്രുക്കൾ ഉണ്ടാകുവാൻ സാധ്യതയുള്ളൊരു ദിവസമായിരിക്കും ഇന്ന്. അതുപോലെ പൊതുമേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും ഇന്നത്തെ ദിവസം വളരെ സന്തോഷകരമായിരിക്കും. വാർദ്ധക്യത്തിലേക്ക് പോകുന്ന വിശ്രമ ജീവിതം അനുഭവിക്കുന്നവർക്ക് പുതിയ തണൽ ലഭിക്കുവാൻ സാധ്യതയുണ്ടെന്നറിഞ്ഞ് മനസ്സമാധാനം ഉണ്ടാകുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. അടുത്തതായി നമുക്ക് മിഥുനക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മകേരത്തര, തിരുവാതിര, പുണർതമുക്കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെയധികം പ്രതീക്ഷകളുണ്ടാകുന്ന ദിവസമാണ്. ഉച്ചയ്ക്ക് ശേഷം വളരെ അനുകൂലമായ ചില ആഘോഷങ്ങളിൽ പങ്കെടുക്കുവാനും അനുകൂലമായ ചില തീരുമാനങ്ങൾ കൈക്കൊള്ളുവാനുമൊക്കെ ഉച്ചയ്ക്ക് ശേഷം വളരെ നല്ല ആഘോഷങ്ങളിൽ പങ്കെടുക്കുവാനും ചർച്ചകളിൽ പങ്കെടുക്കുവാനും അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാകുവാനും ഒക്കെ സാധ്യത തെളിഞ്ഞു വരുന്ന ദിവസമാണ്. നാളേക്കുള്ള ഒരു പ്രതീക്ഷ ഉടലെടുക്കുന്ന ഒരു ദിവസമായിരിക്കും. കലാകാരന്മാർക്ക് ഏറ്റവും നല്ല ഒരു ദിവസമായിരിക്കും ഇന്ന്. സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ജോലി ചെയ്യുന്നവർക്കും പത്രമേഖലയിൽ ജോലി ചെയ്യുന്നവർക്കും അങ്ങനെ മാധ്യമങ്ങളിൽ ജോലി ചെയ്യുന്നവർക്കുമൊക്കെ ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായിട്ടാണ് കാണുന്നത്. പുതിയ ഗ്രഹം നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഉത്തമമായൊരു തീരുമാനമെടുക്കാൻ പറ്റുന്നൊരു ദിവസമായിരിക്കും. സാമ്പത്തികമായി ധനം അന്വേഷിക്കുന്നവർക്ക്, തേടുന്നവർക്ക് കണ്ടെത്തുവാനുള്ള ഒരു സോഴ്സ് തെളിഞ്ഞു വരുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. അനുകൂലമായ പല കാര്യങ്ങളും നടക്കുമെങ്കിലും ഉച്ചയ്ക്ക് ശേഷം ചില ദൗർഭാഗ്യങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ട്.
പ്രതീക്ഷിച്ചിരുന്ന കാര്യങ്ങൾ മുടങ്ങിപ്പോകുമെന്നുള്ള സൂചന ലഭിക്കാൻ സാധ്യതയുണ്ട്. കമിതാക്കൾക്ക് പ്രതികൂലമായ ചില സന്ദർഭങ്ങൾ നേരിടേണ്ടതായിട്ട് കാണുന്നു. നൃത്തം മേഖലയിലോ സംഗീത മേഖലയിലോ ഒക്കെ പ്രവർത്തിക്കുന്നവർക്ക് ചാൻസുകൾ നഷ്ടപ്പെടുന്നതായിട്ടറിഞ്ഞ് മനപ്രയാസം ഉണ്ടാകാനും സാധ്യത കാണുന്നു. ഈശ്വര പ്രാർത്ഥനയാണ് എല്ലാത്തിൻ്റെ അടിസ്ഥാന തത്വം. പ്രാർത്ഥനയോടുകൂടി മുൻപോട്ട് പോവുക. അടുത്തതായി നമുക്ക് കർക്കിടകക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് പുണർദം, കാല, പൂയം, ആയില്യം. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഏറ്റവും സന്തോഷപ്രദമായ പല അനുഭവങ്ങളും ഉണ്ടാകാം. വലിയ വലിയ ആൾക്കാരുമായിട്ട്, ഉന്നതന്മാരുമായിട്ട് ഇടപാടുകൾ നടത്തുവാനുള്ള കരാറുകൾ ഒപ്പിടാം. അതേപോലെ തന്നെ പുതിയ വസ്തു വാങ്ങുന്നതിനോ വസ്തു വിൽക്കുന്നതിനോ ഒക്കെയുള്ള എഗ്രിമെൻറ്റുകൾ കൈകാര്യം ചെയ്യുവാനോ അതിനുള്ള തീരുമാനങ്ങൾ വന്ന് മനസ്സിന് സമാധാനം ഉണ്ടാകാനും ഒക്കെ സാധ്യതയുള്ളൊരു ദിവസമായിരിക്കും. ദൂരയാത്രയ്ക്ക് തിരഞ്ഞെടുക്കാൻ പറ്റിയ ഒരു ദിവസമായിരിക്കുമെന്ന്. അതുപോലെ വിദ്യാർത്ഥികൾക്ക് ഏറ്റവും അനുകൂലമായൊരു ദിവസമാണ്. അവർക്ക് ഉന്നത പഠനത്തിന് വേണ്ടി അന്വേഷിക്കുന്നവർക്ക് അനുകൂലമായ ഒരു മെസ്സേജ് ലഭിക്കാനായിട്ട് സാധ്യതയുള്ള ദിവസമാണ്. വളരെ നാളുകളായി നഷ്ടപ്പെട്ടു എന്ന് കരുതുന്ന ധനം തിരിച്ചു കിട്ടാനും സാധ്യതയുണ്ട്. അതുപോലെ പുതിയ കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു ദിവസവും കൂടിയാണ് എന്ന് വളരെ ആലോചിച്ച് മാത്രമാണ് പുതിയ കരാറുകളിൽ ഒപ്പുവയ്ക്കേണ്ടതും പുതിയ കാര്യങ്ങളിൽ ഏർപ്പെടേണ്ടതും. ചിങ്ങക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മകം, പൂരം, ഉത്രം, കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമായിരിക്കും. ഗുണാധിക്യമാണ് കാണുന്നത്. ഇഷ്ടജനങ്ങളുമായി സംസർഗം ഉണ്ടാകുവാനും അതേപോലെ ക്ഷേത്ര ദർശനത്തിനുമൊക്കെ അനുകൂലമായ ഒരു ദിവസമാണ് ഇന്ന്. ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ഇന്ന് പ്രതീക്ഷ ഉണ്ടാകുന്ന ദിവസമാണ്. കയറ്റുമതി ഇറക്കുമതി മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് അത്ര തന്നെ ഗുണകരമായ അനുഭവം ഉണ്ടാകുകയില്ല. നഷ്ടം വരാൻ സാധ്യതയുള്ള ഒരു കരാറിൽ ഒപ്പുവയ്ക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. വ്യോമസേനയിലോ വ്യോമമാർഗത്തിലോ ഉള്ള വാഹനങ്ങളിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക്, വിമാനത്തിലോ ഒക്കെ ജോലി ചെയ്യുന്നവർക്ക്, അതുപോലെ ജലയാനത്തിൽ ജോലി ചെയ്യുന്നവർക്ക്, വ്യോമയാനത്തിൽ ജോലി ചെയ്യുന്നവർക്കൊക്കെ ഇന്നത്തെ ദിവസം പ്രതികൂലമായ ദിവസമായിരിക്കും. പല തടസ്സങ്ങളും നേരിടേണ്ടതായി വരാം. വിമർശനങ്ങൾക്കും വാണിങ്ങിനുമൊക്കെ ഉതകുന്ന രീതിയിലുള്ള ചില പ്രവൃത്തികൾ നമ്മുടെ പക്ഷത്തു നിന്നുണ്ടാകാൻ സാധ്യതയുള്ളതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി അവരവരുടെ ജോലി ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായ ദിവസമായിരിക്കും. അതേപോലെ ആരോഗ്യമേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും അനുകൂലമായൊരു ദിവസമായിട്ടാണ് കാണുന്നത്. അടുത്തതായി നമുക്ക് കന്നിക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഉത്രം, മുക്കാല, അത്തം, ചിത്തിരാര. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെയധികം സങ്കീർണമായൊരു ദിവസമാണ്. ഒരുപാട് സാധ്യതകൾ തെളിഞ്ഞു വരാൻ സാധ്യതയുണ്ടെങ്കിലും ആശങ്കകൾ കൂടുന്ന ഒരു ദിവസമായിരിക്കും. ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ പതിപ്പിക്കേണ്ട ഒരു ദിവസമാണ്. പുറത്തു നിന്നുള്ള ഭക്ഷണം ഒഴിവാക്കേണ്ടത് അത്യാവശ്യമാണ്. പുറത്തു നിന്നുള്ള ഭക്ഷണത്തിൽ നിന്ന് ഭക്ഷ്യ വിഷബാധ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഹോട്ടൽ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ചില ആരോപണങ്ങളോ നിയമപരമായ നടപടികളോ ഒക്കെ നേരിടേണ്ടതായിട്ട് വന്നേക്കാം. പുതിയ കാര്യങ്ങൾ ചെയ്യുവാൻ തീരുമാനമെടുക്കാനായിട്ട് ഇന്നത്തെ ദിവസം അത്ര അനുകൂലമായിരിക്കുകയില്ല. കുടുംബാന്തരീക്ഷത്തിൽ ചില പ്രശ്നങ്ങളോ തർക്കങ്ങളോ ഉടലെടുക്കാൻ സാധ്യതയുണ്ട്. എപ്പോഴും നമ്മൾ ആത്മസംയമനം പാലിക്കുക. കലഹം ഒന്നിനും ഒരു പരിഹാരമല്ലെന്ന് മനസ്സിലാക്കുക. അടുത്തതായി നമുക്ക് തുലാക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ചിത്തിര, ചോതി, വിശാഖ, മുക്കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം അത്ര തന്നെ ഗുണകരമായിരിക്കുകയില്ല. ധനനഷ്ടത്തിന് സാധ്യതയുണ്ട്. കടം കൊടുക്കാനും വാങ്ങാനും ഒക്കെ നിശ്ചയിച്ചിരിക്കുന്നവർക്ക് അതിനൊക്കെ തടസ്സങ്ങൾ ഉണ്ടാകുന്നതായി കാണുന്നു. യാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്ക് തടസ്സം നേരിടാനായിട്ട് സാധ്യത കാണുന്നു. ഗൃഹോപകരണങ്ങൾക്ക് റിപ്പയർ വരാം, വാഹനങ്ങൾക്ക് റിപ്പയർ വരാനൊക്കെ സാധ്യതയുള്ള ഒരു ദിവസമായിരിക്കും. എന്നാൽ കച്ചവടക്കാർക്ക് ഇന്നത്തെ ദിവസം അനുകൂലമായിട്ടാണ് കാണുന്നത്. ഏത് തരത്തിലുള്ള കച്ചവടമാണെങ്കിലും നല്ലൊരു ദിവസമായിരിക്കും. മത്സ്യബന്ധന മേഖലയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ധനനഷ്ടത്തിന് സാധ്യതയുള്ളൊരു ദിവസമായിരിക്കും. സ്വന്തം ഉപകരണങ്ങൾ, വലകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ മോഷ്ടിക്കപ്പെടാനൊക്കെ സാധ്യത ഉള്ളതുകൊണ്ട് വളരെയധികം ശ്രദ്ധ ആവശ്യമാണ്. ദീർഘയാത്ര ചെയ്യുന്നവർക്കും ദൂരയാത്ര ചെയ്യുന്നവർക്കും ചില തടസ്സങ്ങൾ അനുഭവിക്കേണ്ടതായിട്ട് കാണുന്നു. അടുത്തതായി നമുക്ക് വൃശ്ചികക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് വിശാഖം, കാലാനിഴം, തൃക്കേട്ട. പുതിയ പ്രതീക്ഷകൾ ഉടലെടുക്കുന്ന ദിവസമാണ്. സ്വന്തം ജനങ്ങളുമായി അല്ലെങ്കിൽ സ്വന്തം ആൾക്കാരുമായി സമ്പർക്കത്തിൽ ഏർപ്പെടുവാനും പ്രതീക്ഷകൾ ഉണ്ടാകുവാനും ഒക്കെ സാധ്യതയുണ്ട്. നേരത്തെ ഉണ്ടായിരുന്ന ചില കലഹങ്ങൾ പരിഹരിക്കുവാനും അതിലൊരു കാര്യവുമില്ല എന്ന് മനസ്സിലാക്കി ഒത്തൊരുമിച്ച് പോകാനുമൊക്കെ
സാധ്യതയുള്ളൊരു ദിവസമാണ് ഇന്നത്തെ ദിവസം. എപ്പോഴും നമ്മൾ കലഹം ഒഴിവാക്കുന്നത് വളരെ നന്നായിരിക്കും. കലഹം കൊണ്ട് മനസ്സമാധാനം പോവുകയല്ലാതെ യാതൊരു പ്രയോജനവും ഉണ്ടാകുകയില്ല. എപ്പോഴും കലഹത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ ശ്രദ്ധിക്കുക. വൃശ്ചികക്കൂറുകാർക്ക് ഇന്ന് അപ്രതീക്ഷിതമായി ബന്ധുജനങ്ങളുമായി ചില വാക്കുതർക്കങ്ങളിൽ ഏർപ്പെടേണ്ടതായും ചില തീരുമാനങ്ങൾ മാറ്റേണ്ടതുമൊക്കെ ആയിട്ട് വന്നേക്കാം. എന്നാൽ പുതിയ ഗ്രഹം വാങ്ങിച്ചവർക്ക് അത് മോടി പിടിപ്പിക്കാനുള്ള ഒരു അവസരം വരുന്ന ഒരു ദിവസമാണ്. ആരോഗ്യപരമായ ചില മാറ്റങ്ങൾ വന്നുഭവിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധിക്കുക. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കും വിദേശകാര്യവുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർക്കുമൊക്കെ വളരെ അനുകൂലമായ ദിവസമാണ്. കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അനുകൂലമായ ദിവസമായിട്ടാണ് കാണുന്നത്. പെട്ടെന്നുള്ള ഒരു ജോലി മാറ്റമോ സ്ഥാനമാറ്റമോ ഒക്കെ സംഭവിക്കുമെന്നൊരു സൂചന ലഭിക്കാൻ സാധ്യതയുള്ള ഒരു ദിവസമായിരിക്കും ഇന്ന്. മെയിലുകളോ കത്തുകളോ മെസ്സേജുകളോ ഒക്കെ വരാൻ സാധ്യതയുണ്ട്. ഒട്ടും തന്നെ വിഷമിക്കേണ്ടതില്ല. ഭാവിയിൽ അത് ഗുണപ്രദമായിരിക്കാനാണ് സാധ്യത. ഇന്ന് വരുന്ന അത്തരത്തിലുള്ള മാറ്റങ്ങൾ ഭാവിയിലേക്ക് ഗുണം ചെയ്യും. അടുത്തതായി നമുക്ക് ധനുക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മൂലം, പൂരാട, ഉത്രാടം, കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമായിരിക്കും. ധാരാളം ജോലി ചെയ്യേണ്ടതായൊരു ദിവസമായിരിക്കും ഇന്ന്. പ്രത്യേകിച്ച് IT മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക്, കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കൊക്കെ അമിതഭാരം കൊണ്ട് ചില ക്ഷീണമൊക്കെ വന്ന് സംഭവിക്കുവാൻ സാധ്യതയുണ്ട്. അഡീഷണലായിട്ടുള്ള ജോലികളൊക്കെ ഏറ്റെടുത്ത് ചെയ്യേണ്ടതായിട്ട് കാണുന്നു. സാമ്പത്തികമായി ചില നഷ്ടങ്ങൾ വരുവാൻ സാധ്യതയുള്ളതുകൊണ്ട് ഇന്നത്തെ ദിവസം ഷോപ്പിങ്ങിന് പോകുന്നതൊക്കെ അത്ര ഉചിതമായിരിക്കുകയില്ല. ദീർഘയാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്ക് തടസ്സങ്ങൾ ഉണ്ടാകുന്നതായി കാണുന്നു. മനക്ലേശത്തിന് ഉതകുന്ന വിധം ചില വാർത്തകൾ വന്ന് ഭവിക്കുവാൻ സാധ്യതയുണ്ട്. മാതാപിതാക്കൾക്ക് അത്ര ഗുണകരമായൊരു ദിവസമായിരിക്കുകയില്ല ഇന്ന്. സന്താനങ്ങൾക്ക് സന്തോഷകരമായ അനുഭവങ്ങൾ ഉണ്ടാകുന്നത് കണ്ട് വൈകുന്നേരത്തോടുകൂടി മനസ്സമാധാനം തിരികെ കിട്ടുന്നതാണ്. അടുത്തതായി നമുക്ക് മകരക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഉത്രാടം, മുക്കാല, തിരുവോണം, അവിട്ടത്തര. ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം ഒരുപാട് നല്ല കാര്യങ്ങൾ വന്നേക്കാൻ സാധ്യതയുള്ള ദിവസമാണ്. എന്നാൽ തിരുവോണം നക്ഷത്രക്കാർക്ക് അത്ര തന്നെ ഗുണകരമായ ഒരു ദിവസമായിരിക്കുകയില്ല. സ്വന്തക്കാരിൽ ചിലർക്ക് ബുദ്ധിമുട്ടുകൾ വരുന്നതോ അല്ലെങ്കിൽ സന്താനങ്ങളിൽ ചിലർക്ക് ചില ബുദ്ധിമുട്ടുകൾ വരുന്നതോ ഒക്കെ കൊണ്ട് മനപ്രയാസം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഉദ്ദേശിച്ച പല കാര്യങ്ങളും നീട്ടിവെക്കേണ്ടതായിട്ട് കാണുന്നു. ആഘോഷങ്ങളിൽ പങ്കെടുക്കാനോ ആരോഗ്യകരമായ കാര്യങ്ങൾ ചെയ്യാനോ ഒക്കെ ഉദ്ദേശിക്കുന്നവർ ഇന്നത്തെ ദിവസം തിരഞ്ഞെടുക്കുന്നത് ഒട്ടും ഉചിതമായിരിക്കുകയില്ല. വിശ്രമ ജീവിതം നയിക്കുന്നവർക്ക് ഇന്ന് ചില വിമർശനങ്ങൾക്കും ആരോപണങ്ങൾക്കുമൊക്കെ വിധേയരാകേണ്ടി വന്നേക്കാം. മുഖം സംബന്ധമായോ തൊണ്ട സംബന്ധമായോ ചെവി, കണ്ണ് തുടങ്ങിയ അവയവങ്ങൾക്കുമൊക്കെ അസുഖങ്ങൾ വരാൻ സാധ്യതയുള്ളൊരു ദിവസമായിരിക്കും ഇന്ന്. ഈശ്വര പ്രാർത്ഥനയാണ് എല്ലാത്തിൻ്റെ അടിസ്ഥാന ഘടകം. അതുകൊണ്ട് വളരെ ഈശ്വര പ്രാർത്ഥനയോടുകൂടി മുൻപോട്ട് പോവുക. അടുത്തതായി നമുക്ക് കുംഭക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് അവിട്ടത്തര, ചതയം, പുരുട്ടാതി, മുക്കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെയധികം ആലസ്യത്തിൻ്റെ ദിവസമാണ്. ചെയ്തു തീർക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ മുടങ്ങിപ്പോകുന്ന ഒരു ദിവസമാണ് ഇന്ന്. വളരെ ശ്രദ്ധയോടുകൂടിയും വളരെ കർമ്മനിഷ്ഠയോടുകൂടിയും മുൻപോട്ട് പോയാൽ മനസ്സമാധാനം ഉണ്ടാകുന്നതാണ്. സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ജോലി ചെയ്യുന്നവർക്ക് ഇന്നത്തെ ദിവസം ജോലിഭാരം കൂടിയിട്ട് മനക്ലേശവും കഴുത്തിന് വേദനയും ഒക്കെ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. കാലുകൾക്ക് ക്ഷതമേൽക്കാൻ സാധ്യതയുണ്ട്. അവിട്ട നക്ഷത്രക്കാർക്ക് വളരെ ശ്രദ്ധിക്കുക. ഏഴരശനിക്കാലമായതുകൊണ്ട് തീർച്ചയായിട്ടും വളരെ ശ്രദ്ധയോടുകൂടി ഓരോ ചുവടും വയ്ക്കേണ്ടത് ആവശ്യമാണ്. ഒഴിവാക്കാനാവാത്ത ചില പ്രശ്നങ്ങൾ വന്നു ചേരാൻ സാധ്യതയുള്ളൊരു ദിവസമാണ് ഇത്. ഓരോ കാര്യവും ശ്രദ്ധയോടുകൂടി, ഓരോ ഇടപാടുകളും ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ട ഒരു ദിവസമായിരിക്കും ഇന്ന്. വൃദ്ധജനങ്ങളുമായി കലഹിക്കുവാനും അല്ലെങ്കിൽ അവരുടെ ശാപമേൽക്കാനുമൊക്കെ സാധ്യത ഉള്ള ഒരു ദിവസമായതുകൊണ്ട് ആത്മസംയമനം പാലിക്കുക. കുടുംബത്തിൽ ചില കലഹങ്ങൾ പൊട്ടിപ്പുറപ്പെടുവാൻ സാധ്യതയുണ്ട്. എന്നാൽ പങ്കാളികളെ തേടുന്നവർക്ക്, ഒറ്റപ്പെട്ട ജീവിതം അനുഭവിക്കുന്നവർക്കൊക്കെ ഇന്ന് പ്രതീക്ഷ ഉണ്ടാകുന്ന ദിവസമാണ്. ഒരു പങ്കാളിയെ ലഭിക്കുവാൻ വളരെയധികം സാധ്യത തെളിഞ്ഞു വരുന്ന ഒരു ദിവസമാണ് ഇന്ന്. കമിതാക്കൾക്ക് ഏറ്റവും ഉചിതമായ ഒരു ദിവസമായിരിക്കുമെന്ന്, ഉചിതമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. പുതിയതായി ജോലി തേടുന്നവർക്ക് അത് ലഭിക്കാൻ സാധ്യതയുണ്ടെന്നുള്ള ഒരു സന്ദേശവും ലഭിക്കുവാൻ സാധ്യത കാണുന്നു. അടുത്തതായി നമുക്ക് മീനക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് പൂരിട്ടാതി, കാല്, ഉത്തിട്ടാതി, രേവതി. ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം വളരെ അധികം നല്ല ഒരു ദിവസമായിരിക്കും. എന്നാൽ പൂരിട്ടാതി നക്ഷത്രക്കാർക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുവാൻ സാധ്യതയുണ്ട്.
സന്താനങ്ങളെ കൊണ്ട് ചില മനക്ലേശങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സന്താനങ്ങളുടെ ത്തിൻ്റെ പ്രത്യേകത കൊണ്ടോ വൈകല്യങ്ങൾ കൊണ്ടോ ഒക്കെ ചില മനപ്രയാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഈശ്വര പ്രാർത്ഥനയോടുകൂടി മുൻപോട്ട് പോവുക. സന്താനങ്ങളോടോ അല്ലെങ്കിൽ സഹോദരങ്ങളോടോ സംസാരിക്കുമ്പോൾ, മുതിർന്നവരോ ഇളയതോ ആയ സഹോദരങ്ങളോടൊക്കെ സംസാരിക്കുമ്പോൾ വളരെയധികം ആത്മസംയമനം പാലിക്കേണ്ടതുണ്ട്. ചില അപ്രതീക്ഷിതമായ തിരിച്ചടികൾ ലഭിക്കുവാൻ സാധ്യതയുള്ളൊരു ദിവസമായിരിക്കുമെന്ന്. എന്നാൽ ഗ്രഹങ്ങൾ വാങ്ങുവാനോ മോടി പിടിപ്പിക്കുവാനോ ഒരുങ്ങുന്നവർക്ക് ഏറ്റവും ഉചിതമായ ഒരു ദിവസമായിരിക്കുമെന്ന്. വസ്തു വാങ്ങാനോ വിൽക്കാനോ ഒരുങ്ങുന്നവർക്കും ഇന്നത്തെ ദിവസം വളരെ ഗുണപ്രദമായിട്ടാണ് കാണുന്നത്. ആരോഗ്യകാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. പുറത്തു നിന്നുള്ള ഭക്ഷണം ഒഴിവാക്കുന്നത് വളരെ നന്നായിരിക്കും. ദീർഘയാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്ക്, വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കൊക്കെ ഇന്നത്തെ ദിവസം വളരെയധികം അനുകൂലമായൊരു ദിവസമായിട്ടാണ് കാണുന്നത്. ഇന്നത്തെ പരിപാടി ഇവിടെ അവസാനിക്കുകയാണ്. നമുക്ക് വീണ്ടും കാണാം. നാളെ വീണ്ടും കാണുന്നതുവരെ ഈശ്വരൻ നിങ്ങളെ കാത്തു രക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം.